Hello dear friends, welcome back to Learning Hub. Let's learn together with Dhanya. അപ്പം നമ്മൾ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് പേരൊക്കെ ചോദിച്ചു എന്താണ് ഇപ്പം വീഡിയോ ഒന്നും ഇടാത്തതെന്ന്. അപ്പം ഞാൻ എൻ്റെ റീസൺ പറയാം പിന്നെ. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പൊ ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ഒക്കെ ആയിട്ട് എക്സാം വരുന്നുണ്ട്. ഇപ്പൊ CSEB ജൂനിയർ ക്ലർക്ക് എക്സാം, അതുപോലെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ എക്സാം ഒക്കെ ഉണ്ട്. പിന്നെ KRFയുടെ അക്കൗണ്ടന്റിന്റെ എക്സാം വരുന്നുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് ആണ്. അപ്പം ഇന്ത്യൻ ബാങ്കിങ് എന്ന് പറയുമ്പം നമുക്കിപ്പം ഏത് എക്സാമിനാണെങ്കിലും ഇപ്പം ബാങ്ക് എക്സാംസിന് ഏതാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പം ഈ KRFയുടെ അക്കൗണ്ടിന്റെ നമുക്കൊരു ഡീറ്റെയിൽഡ് സിലബസ് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിലബസിനകത്ത് കവർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഇതിൽ പോകുന്നത്. ഓക്കെ, അപ്പം അതായത് ഇപ്പം CSEBക്ക് ആണെങ്കിലും നമ്മുടെ ജൂനിയർ ക്ലർക്ക് എക്സാമിനാണെങ്കിലും ഈ പോർഷൻ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പം നമുക്ക് അതിന്റെ സിലബസ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി ടോപ്പിക്സ് നോക്കാം. അപ്പം എന്താ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നോക്കാം നമുക്ക്. അപ്പം റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്ങിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഇതൊക്കെ. ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ബാങ്ക്സ്, അതിനകത്ത് ക്യാമൽസ് റേറ്റിംഗ്, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ, ടയർ 1 and ടയർ 2 ക്യാപിറ്റൽ, ദെൻ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്, capital to risk weighted assets ratio, CRAR ratio. Okay, then non-performing assets of banks, classification of standard, substandard, doubtful and loss assets, provisioning of NPAs, then concepts of securitization, reconstruction and security interest enforcement under SARFAESI Act 2002. പിന്നെ വരുന്നത് പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഇംപ്ലിമെന്റഡ് ത്രൂ ബാങ്ക്സ്. ഓക്കെ, അപ്പം ഇവിടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് 5-6 ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ബാങ്കിൽ കൂടി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് മാത്രമാണ് കൂടുതൽ നോക്കേണ്ടത്. ഓക്കെ, അവിടെ അതിന്റെ റൂൾസ് നോക്കണം. റൂൾസ് ഫോർ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന, ദെൻ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന, പിന്നെ അടൽ പെൻഷൻ യോജന. അപ്പൊ ഇത്രയാണ് ഇതിൽ നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ നോക്കാനുള്ളത്. ഓക്കെ, ഇപ്പം ഈ ഒരു പോർഷന്റെ ലാസ്റ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ പ്രധാനമന്ത്രിയുടെ മറ്റേ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നമ്മൾ ഇതിന്റെ എൻഡിൽ സമ്മറൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം കേട്ടോ. അപ്പം അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നോക്കാം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന? പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയുടെ ഫീച്ചർ അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കാം. കവറേജ് ഓഫ് 2 lakh in case of death due to any reason. B, maximum age limit is 70 years. C, annual premium of ₹436. Then D, അവൈലബിൾ ടു ഇൻഡിവിജ്വൽസ് വിത്ത് എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഇവിടെ നോട്ട് എ ഫീച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് എഴുതണം. ഫീച്ചർ അല്ലാത്തത്. ഓക്കെ, ഇവിടെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന, അപ്പം PMJJBY. അപ്പം അവിടെ ഇതൊക്കെ നോക്കിക്കോളൂ. 2 lakhs ആണ് അതിന്റെ കവറേജ് വരുന്നത്. ആനുവൽ പ്രീമിയം അടയ്ക്കേണ്ടത് ₹436 ആണ്. സേവിങ്സ് ബാങ്ക്സ് ഉള്ളവർക്കാണ് അതിന്റെ അവൈലബിലിറ്റി. ഓക്കെ, അപ്പം ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 years ആണ് വരുന്നത് കേട്ടോ. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 years ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ റൂൾസ് ആണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ആ റൂൾസ് കൃത്യമായിട്ട് തന്നെ നോക്കുക കേട്ടോ. ഇവിടെ മാക്സിമം ഏജ് ലിമിറ്റ് 70 years തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ റോങ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത് ഫീച്ചർ അല്ല. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ ആനുവൽ പ്രീമിയം ഫോർ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന? നേരത്തെ നമ്മൾ ജീവൻ ജ്യോതി ബീമ യോജന ആയിരുന്നു പറഞ്ഞു. ഇപ്പൊ സുരക്ഷാ ബീമ യോജനയുടെ ആനുവൽ പ്രീമിയം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. 12, 20, 436, 330. ഓക്കെ, ആൻസർ ഇസ് ബി, ₹20 ആണ് ആനുവൽ പ്രീമിയം ഫോർ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. ഇവിടെ ഇത് കൺഫ്യൂസിങ് ആവാം. കാരണം ഈ എല്ലാ നമ്പേഴ്സും നമുക്ക് അറിയാവുന്നതാണ്. കാരണം ഈ 12 എന്ന് പറയുന്നത് ഇതിന്റെ മുൻപത്തെ, അതായത് ആദ്യം 20 വരുന്നേക്കാൾ മുൻപ് 12 ആയിരുന്നു അടച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ 436 എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ ജ്യോതി ബീമ യോജനയുടെ ആനുവൽ പ്രീമിയം ആണ്. ഈ 330 എന്ന് പറയുന്നത് ഈ 436ന് മുമ്പ് അത് അടച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഓക്കെ, സോ അപ്പൊ ഇവിടെ എല്ലാ ആൻസറും റിലേറ്റബിൾ ആണ്. നമുക്കപ്പോൾ ആൻസർ വരുന്നത് ₹20 ആണ്. ഓക്കെ, അപ്പൊ അത് തെറ്റാതെ പഠിക്കുക. ജീവൻ ജ്യോതി ബീമ യോജനയുടെ 436ഉം സുരക്ഷാ ബീമ യോജനയുടെ ₹20 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
The Atal Pension Yojana is targeted at which group of people? അപ്പം ഈ അടൽ പെൻഷൻ യോജന ഏത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഓപ്ഷൻസ്: ഓർഗനൈസ്ഡ് സെക്ടർ എംപ്ലോയീസ്, സീനിയർ സിറ്റിസൺസ് ഓഫ് 60 ഇയേഴ്സ്, വർക്കേഴ്സ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ, അൺഎംപ്ലോയിഡ് യൂത്ത്. അപ്പം അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലെ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് 60 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഈ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലെ വർക്കേഴ്സിന് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ് അടൽ പെൻഷൻ യോജന. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: അണ്ടർ ദ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന വാട്ട് ഇസ് ദ എലിജിബിലിറ്റി റേഞ്ച്? അപ്പം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയുടെ എലിജിബിലിറ്റി റേഞ്ച് എത്രയാണ്? ഓക്കെ, 18 to 50 ഇയേഴ്സ് ആണ്. നേരത്തെ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 70 ഇയേഴ്സ് ഇട്ടിട്ടത് തെറ്റാണെന്ന് പറഞ്ഞില്ലേ, 50 ഇയേഴ്സ് ആണ് അതിന്റെ റേഞ്ച്. അപ്പൊ 18 തൊട്ടിട്ട് കേട്ടോ 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയുടെ എലിജിബിലിറ്റി റേഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ: ദ പെൻഷൻ എമൗണ്ട് അണ്ടർ അടൽ പെൻഷൻ യോജന റേഞ്ചസ് ബിറ്റ്വീൻ. അപ്പം അടൽ പെൻഷൻ യോജനയുടെ പെൻഷൻ റേഞ്ച് എത്രയാണ്? ഓക്കെ, 1000 ഉണ്ട്, 2000 ഉണ്ട്, 3000 ഉണ്ട്, 4000 ഉണ്ട്, 5000 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. സോ 1000 to 5000 ആണ് അടൽ പെൻഷൻ യോജനയുടെ റേഞ്ച് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: which government body manages the Pradhan Mantri Vaya Vandana യോജന? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്നേ ഉള്ളൂ, എന്ന് നമുക്ക് കൂടുതലായിട്ട് നോക്കണ്ട. ബിക്കോസ് ഇത് എന്താ പറയാ, ബാങ്കിൽ കൂടി പോകുന്നതല്ല, ഇത് അണ്ടർ LICയുടെ അണ്ടറിൽ വരുന്നതാണ്. ആൻസർ ഇതാണ്: വിച്ച് ഗവൺമെന്റ് ബോഡി മാനേജസ് പ്രധാനമന്ത്രി വയോവന്ദന യോജന. അപ്പൊ അത് LIC ആണ് കേട്ടോ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പം ഇവിടെ നമുക്കത് ബാങ്കിങ്ങിൽ വരുന്നില്ല, ജസ്റ്റ് എന്നാലും അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തേ ഉള്ളൂ. വാട്ട് ഈസ് ദ മിനിമം എൻട്രി ഏജ് ഫോർ ദ പ്രധാൻ മന്ത്രി ശ്രം യോഗി മന്ധാൻ സ്കീം? ഓക്കെ, അപ്പം ഇതും നമുക്ക് അതിൽ വരുന്നതല്ല, ഇതും LICയുടെ അണ്ടറിൽ വരുന്നതാണ് മാനേജ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഒരു മിനിമം എൻട്രി ഏജ് 18 ഇയേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പൊ പ്രധാൻ മന്ത്രി ശ്രം യോഗി മന്ധാൻ. അടുത്ത ക്വസ്റ്റ്യൻ: which of the following Pradhan Mantri Social Security schemes offers benefits in case of accidental death or disability? ഓക്കെ, അപ്പം ആക്സിഡന്റൽ ഡെത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അവർക്കുള്ള ബെനിഫിറ്റ്സ് ഏത് സ്കീമിലാണ് പറയുന്നത്? ഓക്കെ, PMJJBY, PMSBY, APY, PMVVY. ഓക്കെ, അപ്പം ഇത് പറയുന്നത് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയിലാണ് കേട്ടോ, സുരക്ഷാ ബീമ യോജന. സോ നമുക്ക് ആക്സിഡന്റൽ ഡെത്ത്, ഡിസബിലിറ്റി നമുക്ക് പേര് പോലെ തന്നെയാണ്, അത് ഓർത്താൽ മതി, PMSBY. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഇസ് ദ പ്രീമിയം എമൗണ്ട് ഫോർ PMJJBY ഓട്ടോ ഡെബിറ്റഡ് ഫ്രം സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ട് ആനുവലി? ഓക്കെ, അതായത് ജീവൻ ജ്യോതി ബീമ യോജന ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് എത്ര എമൗണ്ട് ആണ് ഈ സബ്സ്ക്രൈബേഴ്സിന്റെ ആനുവൽ അക്കൗണ്ടിൽ നിന്ന് ആനുവലി എന്താ പറയാ ഡെബിറ്റ് ചെയ്ത് പോകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വേണ്ട. ജീവൻ ജ്യോതിയുടെ 436 റുപ്പീസും സുരക്ഷാ ബീമയുടെ 20 രൂപ, ഓക്കെ 20 റുപ്പീസും ആണ് കേട്ടോ. നമുക്ക് ഇതിന്റെ റൂൾസ് ഇനി നമുക്ക് നോക്കാം. ഈ മൂന്നെണ്ണത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ജീവൻ ജ്യോതി ബീമ യോജന, സുരക്ഷാ ബീമ യോജന, അടൽ പെൻഷൻ യോജന. അപ്പൊ ഇതിന്റെ റൂൾസ് നോക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ റൂൾസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് May 9th 2015 കേട്ടോ, May 9th 2015. അപ്പം ഇവിടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 18 to 50 ഇയേഴ്സ് ആണ്. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. 18 to 50 ഇയേഴ്സ് വിത്ത് എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതാണ് ഇതിലേക്ക് വേണ്ട ആകെ ഉള്ള എലിജിബിലിറ്റി. 18 വയസ്സിന്റെ 50 വയസ്സിന്റെ ഇടയിലായിരിക്കണം. ഒരു SBI അക്കൗണ്ടും വേണം. ഓക്കെ, അപ്പം ഇതിൽ കിട്ടുന്ന കവറേജ് എന്ന് പറയുന്നത് ഇത്രയാണ്, 2 lakhs ആണ് കേട്ടോ. അപ്പം എന്ത് റീസൺ കൊണ്ടാണെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ 2 lakh ആണ് ഇതിന്റെ കവറേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 436 ആനുവലി പേ ചെയ്യണം. ഓക്കെ, അത് ബാങ്കിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് തന്നെയാണ്, അതുപോലെ തന്നെ നമുക്ക് ആനുവൽ റിന്യൂവൽ ആവശ്യമാണ്, പിന്നെ റിസ്ക് കവറേജ് ഫോർ ഡെത്ത് ഓൺലി. അപ്പം വേറെ മെച്യൂരിറ്റി ബെനിഫിറ്റ്സ് ഒന്നുമില്ല, മരണം കൊണ്ട് മാത്രമാണ് അതിന്റെ കവറേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പം എന്താ പറയണ്ടേ, May 9th 2015, then 18 to 50 years with a savings bank account, 2 lakhs coverage, 436 per annum premium ആണ്. ഓക്കെ,
ഇനി അടുത്തത് സുരക്ഷാ ബീമ യോജന. അപ്പൊ സുരക്ഷാ ബീമ എന്ന് തന്നെ നമുക്കറിയണം, ആക്സിഡന്റൽ ഡെത്ത് അല്ലെങ്കിൽ ആക്സിഡന്റ് കൊണ്ട് എന്തെങ്കിലും ഡിസബിലിറ്റീസ് സംഭവിച്ചാൽ കിട്ടുന്ന ഒരു സ്കീമാണിത്. അപ്പം ഇതും സെയിം ഡേറ്റ് തന്നെയാണ്, May 9th 2015. ഇവിടത്തെ ചേഞ്ച് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 18 to 70 years ആണ് കേട്ടോ. നേരത്തെ 18 to 50 years ആയിരുന്നു നമ്മളെ ജീവൻ ജ്യോതിയിൽ. ഇവിടെ 18 to 70 years ആണ് വിത്ത് എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇവിടെ കവറേജ് ആക്സിഡന്റൽ ഡെത്ത് അല്ലെങ്കിൽ ആക്സിഡന്റൽ ഡെത്ത് കൊണ്ട് ഒരു പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ കവറേജും, അതല്ല പാർഷ്യൽ ആണ് എന്താ പറയാ, പക്ഷെ ഒരു പെർമനന്റ് ഡിസബിലിറ്റി ആണെങ്കിൽ അവിടെ എന്താ 1 lakh ആണ് കവറേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അവിടെ രണ്ട് കേസാണ്, 2 lakhs 1 lakh. അപ്പൊ 2 lakhs എന്ന് പറയുമ്പോൾ അവിടെ ആക്സിഡന്റൽ ഡെത്ത് ഓർ ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റി ആയിരിക്കാം. 1 lakh എന്ന് പറയുമ്പോൾ പാർഷ്യൽ പെർമനന്റ് ഡിസബിലിറ്റി. ഇവിടെ പ്രീമിയം വരുന്നത് 20 rupees ആണ്, ₹20 per annum ഓട്ടോ ഡെബിറ്റഡ് ഫ്രം ദി ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ഇവിടുത്തെ ഫീച്ചേഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്സിഡന്റൽ ഇൻഷുറൻസ് പോളിസി ആണ്, അതുപോലെ തന്നെ ആനുവൽ റിന്യൂവൽ ആവശ്യമാണ്. പ്രീമിയം എന്ന് പറയുമ്പം 20 രൂപ ആയതുകൊണ്ട് തന്നെ ഇപ്പം ലോ ഇൻകം ഗ്രൂപ്പ്സിനാണെങ്കിലും അത് ആക്സസിബിൾ ആണ്. ഓക്കെ, അഫോർഡബിൾ ആണ്. അപ്പം ഇതാണ് അതിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം, ഇത്രേ ഉള്ളൂ കാര്യം, ഓർമ്മ വെച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്തത് അടൽ പെൻഷൻ യോജന. അപ്പം അടൽ പെൻഷൻ യോജന ആണെങ്കിലും സെയിം ഡേറ്റ് ആണ്, May 9th 2015. ഇവിടെ എലിജിബിലിറ്റി, അതായത് ഏജ് ഗ്രൂപ്പ്സ് ആണ് വ്യത്യാസം. നമ്മുടെ ജീവൻ ജ്യോതി എന്ന് പറയുന്നത് എത്രയാ 18 to 50 ആണ്. സുരക്ഷാ ബീമ എന്ന് പറയുന്നത് 18 to 70 ആണ്. അടൽ പെൻഷൻ 18 to 40 ആണ് വിത്ത് എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു 1000 തൊട്ട് 5000 വരെ, 1000, 2000, 3000, 4000, 5000 അങ്ങനെ 5 റേഞ്ചസ് ആണ് അവിടെ ഉള്ളത്. അപ്പം അതൊരു ഫിക്സഡ് മന്ത്ലി പെൻഷൻ ആണ് 60 വയസ്സിന് ശേഷം. അപ്പം ഇവരുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വയസ്സിലാണ് ഇവർ ജോയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ പെൻഷൻ എമൗണ്ട് പ്ലാൻ ഏതാണ് ആവശ്യം, അതിനനുസരിച്ചിട്ടാണ് അവർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഗ്യാരണ്ടീഡ് പെൻഷൻ തന്നെയാണ്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ പറയാനുള്ളത് അൺഓർഗനൈസ്ഡ് സെക്ടർ അവർക്കൊരു പെൻഷൻ കിട്ടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ ഏജും അതുപോലെ തന്നെ അവരുടെ ഡിസൈഡ് പെൻഷൻ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ കോൺട്രിബ്യൂഷൻ ഇരിക്കുന്നത്, എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1000 to 5000 ആണ് പെൻഷൻ റേഞ്ച് ആഫ്റ്റർ 60. അപ്പൊ നമ്മൾ മൂന്നെണ്ണം, ആദ്യത്തേത് നമ്മൾ പറഞ്ഞത് 2 lakh ആണ് കവറേജ്. രണ്ടാമത്തത് സുരക്ഷാ ബീമയിൽ നമുക്ക് 2 കേസസ് ആണുള്ളത്, ആക്സിഡന്റൽ ഡെത്തും ടോട്ടൽ ഡിസബിലിറ്റി. പെർമനന്റ് ഡിസബിലിറ്റി ആണെങ്കിൽ 2 lakh, പാർഷ്യൽ ആണെങ്കിൽ അവിടെ 1 lakh ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ 1000 to 5000 മന്ത്ലി പെൻഷൻ ആണ് കൊടുക്കുന്നത് 60 വയസ്സിന് ശേഷം. ഓക്കെ, അപ്പം അടുത്തത് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധാൻ. ഇത് ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ, ടൈം ഉള്ളവർ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഇതിന്റെ ലോഞ്ച് ഡേറ്റ് February 15th 2019 ആണ്. ബാക്കി മൂന്നും ഒന്നാണ്. ഇവിടെ February 15, 2019 ആണ്. അപ്പൊ ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആണ്, ഏജ് ഗ്രൂപ്പ് 18 to 40 തന്നെയാണ്. പക്ഷെ ഇവരുടെ മന്ത്ലി ഇൻകം 15,000 ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം അവർക്കൊരു 3000 രൂപ മന്ത്ലി പെൻഷൻ കിട്ടുന്നത് പോലുള്ളൊരു സ്കീമാണിത് 60 ഏജ് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ അവരുടെ ടൈമിന്റെ അനുസരിച്ചിട്ട്, അപ്പം ഏത് ടൈമിലാണോ അവർ എൻറോൾ ചെയ്യുന്നത് അതിനനുസരിച്ച്, ഏത് വയസ്സിലാണോ അവർ എൻറോൾ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ കോൺട്രിബ്യൂഷൻ വരുന്നത് കേട്ടോ. ഇത് അധികം ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് പ്രധാനമന്ത്രി വയോവന്ദന യോജന. അപ്പം ഇത് വന്നിട്ടുള്ളത് May 4th 2017 അപ്പം ഇവിടെ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് സീനിയർ സിറ്റിസൺസിന് മാത്രം ഉള്ളതാണ് കേട്ടോ വയോവന്ദന യോജന. ഇവിടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ളൊരു ആളായിരിക്കണം, ഒരു സീനിയർ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവർക്ക് ഒരു പെൻഷന്റെ ഫോമിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് അതിന്റെ ടെനർ എന്ന് പറയുന്നത് 10 years ആണ്. അപ്പം മാക്സിമം നമുക്ക് കിട്ടുന്നത് 15 lakh വരെയാണ്. ഓക്കെ, അത് മന്ത്ലിയോ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലി ഇയർലി ആയിട്ട് കിട്ടും. ഇത് രണ്ടും മാനേജ് ചെയ്യുന്നത് LIC ആണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അത് കാരണം അത് അങ്ങനെ ഫോക്കസ് ചെയ്യണ്ട. ബാക്കി മൂന്നെണ്ണമാണ് ത്രൂ ബാങ്ക് അക്കൗണ്ട് പോകുന്നത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക, റൂൾസ് എല്ലാം തന്നെ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ അടുത്ത പാർട്ട് അപ്ലോഡ് ചെയ്യാം. എനിക്ക് കുറച്ച്, അതായത് ഈ ടൈം ഒരു ഒത്തിരി പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നതും അപ്പൊ എനിക്ക് അങ്ങനെയാണ്. എൻ്റെ
കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഒരാൾക്ക് കുറച്ചൊരു ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് എപ്പോഴും എനിക്ക് അങ്ങനെ ക്ലാസ് വീഡിയോസ് അങ്ങനെ എടുത്ത് ഇടാൻ പറ്റില്ല. അപ്പം വോയിസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് എന്താ പറയാ, ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യാനായിരിക്കും എനിക്കും സൗകര്യം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.